ഹായ് സ്റ്റുഡൻസ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എറേഴ്സ് ആൻഡ് ദെയർ റെക്ടിഫിക്കേഷൻ. നമ്മൾ പറഞ്ഞു ഒബ്വിയസ്ലി എറേഴ്സ് ഉണ്ടാവും നമ്മുടെ അക്കൗണ്ടിലേക്ക് ചെയ്യുമ്പോൾ. സോ ആ എറേഴ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ എറേഴ്സിൽ ഉണ്ടാവുന്ന ചാൻസസ് എന്തൊക്കെയാണ്, അതിനെങ്ങനെയാണ് നമ്മൾ റെക്ടിഫൈ കാരണം നമ്മൾ അതിനെങ്ങനെയാണ് ശരിയാക്കുക, ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെയാണ് ശരിയായ രീതിയിൽ അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പഠിക്കാൻ. ഓക്കെ, സോ അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര ടൈപ്പ് എറേഴ്സ് ഉണ്ട്, ഏതൊക്കെയാണ് എറേഴ്സ്, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട്. കാരണം ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത് 3 ടൈപ്സ് ഓഫ് എററാണ്. എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് പ്രിൻസിപ്പിൾ. ഈ 3 എറേഴ്സ് ഉണ്ടാവും. പിന്നെ നോക്കട്ടെ ഓൺ ദ സൈഡ് ഓഫ് ഇമ്പാക്ട് ഓൺ ലെഡ്ജർ അക്കൗണ്ട്സ്. ലെഡ്ജർ അക്കൗണ്ട് എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ച് 2 ടൈപ്പ് ഓഫ് എററുകൾ, 1 സൈഡ് എററും ആൻഡ് 2 സൈഡ്സ് എററും. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഇങ്ങനെ എറേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യാൻ. റെക്ടിഫിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് എറർ എന്നാണ് ടോപ്പിക് ഇനി ഡിസ്കസ് ചെയ്യാം. സോ every entry financial profit information, profit and loss account incurred by during the accounting period financial relevant date. ഓരോ റെലവൻറ്റ് ഡേറ്റിലും ഇപ്പോൾ സാധാരണ നമ്മൾ ഓരോ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 31 മാർച്ചിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ അന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ എറേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സോൾവ് ചെയ്യേണ്ടത്. നമുക്ക് മെയിനായിട്ട് 3 തരത്തിലാണ് എന്ത് ചെയ്യുക, എറേഴ്സ് ഫൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ 3 ഘട്ടങ്ങളിൽ. നോക്കിക്കോ, ഫസ്റ്റ് ബിഫോർ ദ പ്രിപ്പയറിങ് ട്രയൽ ബാലൻസ്. നമുക്കറിയാം ഇതിന്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യം നമ്മൾ ജേർണൽ എഴുതും. ഓക്കെ, ജേർണൽ എഴുതും. ജേർണലിൽ ചിലപ്പോൾ ഒരു മന്തിലോ അല്ലെങ്കിൽ വീക്കിലോ നമ്മൾ അത് ഏതിലോട്ട് നമ്മൾ മാറ്റും, പോസ്റ്റ് ചെയ്യും, ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യും. അതായത് ലെഡ്ജറിലോട്ട് ജേർണൽ റീസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ നോക്കണം, അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. ട്രയൽ ബാലൻസ് ചിലപ്പോൾ നമ്മൾ ബിഫോർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്, അതായത് നമ്മൾ പ്രോഫിറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് അടുത്തായിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ട്രയൽ ബാലൻസ് ഇടുന്നത്. അപ്പോൾ എറർ കണ്ടുപിടിക്കുക, അതായത് ട്രയൽ ബാലൻസ് ഒക്കെ ശരിക്കും നമുക്ക് ഇയർലി ആണ് കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ നമുക്ക് മന്തിലൊക്കെ പിന്നെ പറഞ്ഞാൽ ആക്ച്വലി മാനുവൽ ആയിട്ടല്ല നടക്കുന്നത്. ആക്ച്വലി എല്ലാം ഇപ്പോഴത്തെ എന്താ പറയുക, ഡിജിറ്റലി നടക്കുന്നത്. ടാലി പോലുള്ള കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ആക്ച്വലി ഇതിന് ഇന്ന് റെലവൻസ് ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ ഏത് സമയത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അല്ലാതെ വർഷൻ്റെ ആവണമെന്നില്ല. ജസ്റ്റ് ഒരു ക്ലിക്ക് ഓൺ തന്നെ ഏത് പേജ് നമുക്ക്. സോ അപ്പോൾ ഇതിന് അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഓക്കെ, ആ ഒരു വെച്ച് നോക്കില്ല. പക്ഷെ നമ്മൾ ഈ കൺസെപ്റ്റ് എന്തായാലും നമുക്ക് എറർ കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ടാലി ആണെങ്കിൽ എറർ കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് മസ്റ്റ്. സോ നോക്കണ മെത്തേഡ്സ് ഓഫ് റെക്ടിഫൈ എറേഴ്സ് 3 ഇതിലാണ്. ഒന്ന് ബിഫോർ പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ഓക്കെ, അതായത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ്. അതിൽ തന്നെ 2 ഉണ്ട്, ഇൻസ്റ്റന്റ് കറക്ഷൻ ഉണ്ട്, കറക്ഷൻ ഇൻ അഫക്റ്റഡ് അക്കൗണ്ട്. അതിന് മാത്രമായിട്ട് കറക്റ്റ് ചെയ്യും. എന്താന്ന് വഴിയെ നമ്മൾ പറയും. പിന്നെ ആഫ്റ്റർ പ്രിപ്പയർ ചെയ്യും, ചിലപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസ് ടാലി ചെയ്തിട്ടുണ്ടാവും. ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് ഇസ് ഈക്വൽ ടു ക്രെഡിറ്റ് ആയിരിക്കും. എന്നിട്ട് പോലും മേ ബി നമ്മൾ പറഞ്ഞു എന്നാലും ചില എറേഴ്സ് ഒക്കെ അതിലുണ്ടാവും. എറേഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത നല്ല കാര്യമാണ്. ഐഡന്റിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ എറർ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കോ, ഫസ്റ്റ് എറർ എപ്പോഴാണ്, ബിഫോർ ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല, ട്രയൽ ബാലൻസ് ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അതിൻ്റെ ഒരു സ്റ്റേജ് പറഞ്ഞു. ആദ്യം നമ്മൾ ജേർണൽ, പിന്നെ ലെഡ്ജർ, പിന്നെയാണ് നമ്മൾ ട്രയൽ ബാലൻസ്. ഇൻസ്റ്റന്റ് കറക്ഷൻ അപ്പം തന്നെ നമ്മൾ കറക്റ്റ് ചെയ്യും. അതെങ്ങനെയാണ് നോക്കിക്കോ, ഇഫ് ദ എറർ ഡിറ്റക്റ്റഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ മേക്കിംഗ് ആൻ അക്കൗണ്ടിങ് എൻട്രി. ഒരു അക്കൗണ്ടിങ് എൻട്രി ഇട്ടതിന് ശേഷം അപ്പം തന്നെ നമ്മൾ എറർ കണ്ടെത്തിയെന്നുണ്ടെങ്കിൽ ബി corrected neatly, cross out wrong entry and making the correct entry, and account should be put as initial. സോ നോക്കടാ, ഇപ്പം നമ്മൾ മാനുവലാണ് ചെയ്യുന്നത്. ജസ്റ്റ് എൻട്രി എഴുതിയപ്പോൾ തെറ്റിപ്പോയി. ചിലപ്പോൾ 1000 എന്നുള്ളടത്ത് 10000 എന്നുള്ളോ, അല്ലെങ്കിൽ 10000 ഉള്ളിടത്ത് 1000. അങ്ങനെയാണെങ്കിൽ അത് അപ്പം തന്നെ കറക്റ്റ് ചെയ്യുക. ഇൻസ്റ്റന്റ് കറക്ഷൻ അപ്പം തന്നെ വെട്ടിയിട്ട് കറക്റ്റ് ചെയ്യുക. മനസ്സിലായോ? ദാറ്റ് ഇസ് ഇൻസ്റ്റന്റ് കറക്റ്റ്. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ
ആൻ എമൗണ്ട് ഓഫ് 3500 3500 നമ്മൾ 5300 എഴുതി. അപ്പൊ തന്നെ വെച്ചിട്ട് ദിസ് ക്യാൻ ബി കറക്റ്റഡ് ആസ് 3500 എമൗണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി കറക്ഷൻ ഇൻ അഫക്റ്റഡ് അക്കൗണ്ട്, അതാണ് രണ്ടാമത്തെ. ഡു ബിഫോർ ട്രയൽ ബാലൻസ്. ഇൻ കേസ് ഓഫ് എറർ ഈസ് ഡിക്റ്റേറ്റഡ് ഓൺ ദ ഡേറ്റ് ലേറ്റർ ദാൻ ഡേറ്റ് ഓൺ വിച്ച് ട്രാൻസാക്ഷൻ റെക്കോർഡഡ് ബട്ട് ബിഫോർ ദ ട്രയൽ ബാലൻസ്. നമ്മൾ എറർ സംഭവിച്ചു. എറർ നമ്മൾ എപ്പോഴാണ് കണ്ടെത്തിയെന്ന് വെച്ചാൽ ആ എറർ കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ജനറൽ എൻട്രീസ് എഴുതി. എന്നിട്ട് നമ്മൾ ബിഫോർ ട്രയൽ ബാലൻസ് ഒന്നും ചെയ്തില്ല, ബാക്കി അതിന് മുമ്പാണ് കണ്ടെത്തി. പക്ഷെ ആഫ്റ്റർ ദ എന്താ പറയുക ആ എൻട്രി സെറ്റായിട്ടുള്ള എൻട്രി എഴുതിയതിന് ശേഷം. അങ്ങനെയാണെങ്കിൽ ദ റെക്ടിഫിക്കേഷൻ വിൽ ബി മെയ്ഡ് ബൈ മേക്കിംഗ് എ കറക്ഷൻ ഇൻ ദ അഫക്റ്റഡ് അക്കൗണ്ട്. അഫക്റ്റഡ് അക്കൗണ്ടിൽ ഒരു എൻട്രി പാസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മാറ്റാൻ പറ്റും. എ ഫ്യൂ ഇല്ലുസ്ട്രേഷൻ ഓഫ് അക്കൗണ്ടിങ് എറേഴ്സ് കറക്റ്റഡ് ഡിസ്മിറ്റർ ആർ ഫോളോ. താഴെ എന്ത് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് കറക്ഷൻ ഇൻ ദ അഫക്റ്റഡ് അക്കൗണ്ട്സ് എന്നുള്ള ബേസിസിൽ എങ്ങനെയാണ് ഇത് കറക്റ്റ് ചെയ്യാന്നുള്ളത് താഴത്തെ ഇല്ലുസ്ട്രേഷൻസിൽ പറയും. സോ നോക്കിക്കോ, ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ 1. എന്താ ഇല്ലുസ്ട്രേഷൻ 1 എന്ന് പറയുന്നത്? പർച്ചേസ് ബുക്ക് ഓവർ കാസ്റ്റ് ഫോർ ദ മന്ത് ഓഫ് ജൂലൈ 2014 8,000 റുപ്യ എന്ത് ചെയ്തു കൂട്ടിയപ്പോൾ, നമ്മൾ പർച്ചേസിന്റെ ഇത് കൂട്ടിയപ്പോൾ എന്ത് ചെയ്തു 8,000 റുപ്യ കൂട്ടി. നോക്കാം സൊല്യൂഷൻ എന്താണ്. അക്കൗണ്ട്സ് അഫക്റ്റഡ്, ദ ടോട്ടൽ പർച്ചേസ് ബുക്ക് ഈസ് പോസ്റ്റ് ടു ഡെബിറ്റ് ഓഫ് ദ പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ടിന്റെ എന്ത് ചെയ്തു ഡെബിറ്റ് സൈഡ് ബാധിച്ചു. എന്താ ബാധിച്ചു, എങ്ങനെയാ അതിനെ the nullifying effect of error, the entry of 8,000 will be made on the credit side of the purchase without the words written out. With the words written, the amount of purchase books overcast July 2020. നമുക്കറിയാം ജസ്റ്റ് എന്ത് ചെയ്തു, എന്താ ഉണ്ടായത്, പർച്ചേസ് ബുക്ക് ഈസ് ഓവർകാസ്റ്റ്. ഓവർകാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കൂടിപ്പോയി, 8,000 രൂപ കൂടിപ്പോയി. സോ നമ്മളിപ്പോൾ മാനുവലി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ പേജിന്റെ ടോട്ടൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 8,000 റുപ്യ കൂടി. അപ്പൊ ശരിക്കും ഇല്ലാത്തൊരു പർച്ചേസ് ആണ് അവിടെ കയറി വന്നത്. 8,000 റുപ്യ ഇല്ലാത്ത പർച്ചേസ് കയറി വന്നു. അപ്പൊ ആ പർച്ചേസ് കുറയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, 8,000 റുപ്യ ക്രെഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ബാലൻസ് എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വരും. മനസ്സിലായി? അപ്പൊ എങ്ങനെ എന്ത് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, എമൗണ്ട് ഓഫ് പർച്ചേസ് ബുക്ക് ഈസ് ഓവർ കാസ്റ്റഡ് ബൈ ജൂലൈ എന്ന് പറഞ്ഞിട്ട് അവർ എൻട്രി ചെയ്യുന്നുണ്ടോ. ഇങ്ങനെ ഒരു എൻട്രി എടുത്താൽ മനസ്സിലായോ, കറക്റ്റ് ആയി. ഇല്ലസ്ട്രേഷൻ amount of 1,200 paid to Ashok have been wrongly credited. Okay, sum of 1200, ഒരു എമൗണ്ട് 1200 പെയ്ഡ് ടു അശോകിന് കൊടുത്തു 1200. ഓക്കെ, അശോക് എന്ന് പറയുന്നത് നമ്മളെ ലയബിലിറ്റി ആയിരുന്നു. ഓക്കെ, അപ്പൊ അശോകിന് 1200 കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഡെബിറ്റ് അല്ല ചെയ്യേണ്ടത്, കാരണം ലയബിലിറ്റി കുറയുമ്പോൾ ഡെബിറ്റ് അല്ല അശോകിന് ചെയ്യേണ്ടത്. പക്ഷെ അത് അറിയാതെ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്ത് പോയി. എന്താ ഏത് അക്കൗണ്ട്സിനെ അഫക്ട് ചെയ്തത്, അശോക് അക്കൗണ്ട്സ് അഫക്റ്റഡ് ബിക്കോസ് ദ അക്കൗണ്ട് ഹാസ് ബീൻ ക്രെഡിറ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം ക്രെഡിറ്റ്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യാറ്. ഇൻ ദ കേസ് ഓഫ് അശോക് അക്കൗണ്ട് ഈസ് ടു ബി ഡെബിറ്റഡ് nullifying the effect of being wrongly credited. At the same time is to be debt for the cash when rectification as are. ഇവിടെ നോക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഇതാണ് അശോകിന്റെ അക്കൗണ്ട് എന്ന് വിചാരിച്ചു. നമുക്ക് ആക്ച്വലി 1200 ഡെബിറ്റ് ചെയ്യാണ് വേണ്ടിയിരുന്നത്. ഇതിന് പകരമായിട്ടാണ് എന്ത് ചെയ്തത്, 1200 ക്രെഡിറ്റ് ചെയ്തത്. അപ്പൊ നമ്മൾ ശരിക്കും ഇവിടെ 1200 ഡെബിറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല, കാരണം അതപ്പോ 0 ആയി പോകുന്നു. പിന്നെ നമ്മൾ ഒരു 1200 എഴുതേണ്ടി. അതായത് ടോട്ടൽ അപ്പൊ ഇനി എത്ര ഡെബിറ്റ് ചെയ്യേണ്ടി വരും, 2,400 ഡെബിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഫസ്റ്റത്തെ 1200 എന്ന് പറയുന്നത് ആ ക്രെഡിറ്റ് ചെയ്തതിന്റെ എഫക്റ്റ് ഒഴിവാക്കാൻ, രണ്ടാമത്തെ 1200 ആണ് നമ്മൾ ആക്ഷൻ വരുന്നത്. അപ്പൊ അതങ്ങനെ വരും. എമൗണ്ട് പെയ്ഡ് റോങ്ലി ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞിട്ട് അത് ഡെബിറ്റ് ചെയ്ത് കൊടുത്താൽ മതി, മറ്റേ ക്യാഷ് അക്കൗണ്ട് അവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല. മനസ്സിലായോ? അപ്പൊ അത് എന്തോ കറക്റ്റ് ആയിക്കോളും. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ഇല്ലസ്ട്രേഷൻ.
purchase of furniture 5000 was entered in the purchase. പർച്ചേസ് ഓഫ് ഫർണിച്ചർ മേടിച്ചത് ഫർണിച്ചർ അസറ്റ് ആണ്. അസറ്റ് എന്ന് പറയുന്നത് ഫർണിച്ചർ അക്കൗണ്ട് സബ്ജക്ട് ടു ക്യാഷ് അല്ലെങ്കിൽ ക്രെഡിറ്റിനാണെങ്കിൽ ക്രെഡിറ്റ്. പക്ഷെ ഇവിടെ ഫർണിച്ചർ അക്കൗണ്ട് പർച്ചേസ് ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, ജസ്റ്റ് ഒരു എൻട്രി പാസ് ചെയ്താൽ മതി. നമ്മളിപ്പോ ആൾറെഡി ഇപ്പൊ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ പർച്ചേസിനെ ക്രെഡിറ്റ് ചെയ്യണം, ഫർണിച്ചറിനെ ഇതാക്കണം. ജസ്റ്റ് ഞാൻ ഇതിലൂടെ തന്നെ പറഞ്ഞുതരാം. അഫക്റ്റഡ് ഒന്ന് ഫർണിച്ചർ അക്കൗണ്ടിനെ എന്ത് ചെയ്യും, അഫക്ട് ചെയ്തു. ആൻഡ് പർച്ചേസ് അക്കൗണ്ട് ഹാവ് ബി അഫക്ട്. ഫർണിച്ചർ ഹാവ് ഒമിറ്റഡ് ദ ഡെബിറ്റ് ഇൻ ദ പർച്ചേസ് ഡെബിറ്റ്. ഇവിടെ രണ്ട് അക്കൗണ്ടിനെ ബാധിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് പർച്ചേസ് അക്കൗണ്ട്. ഇല്ലാത്ത പർച്ചേസ് നമ്മളിവിടെ എത്ര എമൗണ്ട് 5000. മാത്രമല്ല ഫർണിച്ചർ ഉണ്ട്. ഫർണിച്ചർ എന്ന് പറഞ്ഞ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്തതിന് പകരം നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്യില്ല. സോ നോക്കട്ടെ, അപ്പൊ രണ്ട് അക്കൗണ്ടിനെ എഫക്ട് ചെയ്തില്ല. സോ എങ്ങനെയുണ്ട് കറക്റ്റ് ചെയ്യുന്നത് നോക്കിക്കാം. റെക്ടിഫിക്കേഷൻ ഇൻ കേസ് ഓഫ് അക്കൗണ്ട് ക്രെഡിറ്റഡ് ഉണ്ട്. ഫസ്റ്റ് ഇൻ ദ കേസ് ഓഫ് പർച്ചേസ് അക്കൗണ്ട് ക്രെഡിറ്റ് നള്ളിഫൈങ് സ്ട്രോങ്ലി ഡെബിറ്റ്. സ്ട്രോങ്ലി ഡെബിറ്റ് ചെയ്ത് അതിനെ നള്ളിഫൈ ചെയ്യണം, അതിനെ ഒഴിവാക്കാം, അതിന്റെ എഫക്ട് ഒഴിവാക്കാം. അതിനെ നീതാമായി പർച്ചേസ് അക്കൗണ്ടോട് ക്രെഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. ആസ് ഫർണിച്ചർ അക്കൗണ്ട് ഈ ഡെബിറ്റഡ് ആ ഫർണിച്ചർ അക്കൗണ്ട് എന്ത് ചെയ്യണം, ഡെബിറ്റും ചെയ്യണം. അപ്പൊ ആക്ച്വലി ഇതിന്റെ ഒരു കറക്റ്റ് ചെയ്യുന്ന എൻട്രി എന്തായിരിക്കും അറിയാം. ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റർ ടു എന്തായിരിക്കും അറിയോ, പർച്ചേസ് അക്കൗണ്ട് 5000. അപ്പൊ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, പർച്ചേസ് അക്കൗണ്ട് എന്തിനാ ക്രെഡിറ്റ് ചെയ്തത്, ഇതാ ഡെബിറ്റ് ചെയ്ത എമൗണ്ട് നള്ളിഫൈ ചെയ്യണം. ഇവിടെ എഴുതിയിരിക്കുന്നത് ഫർണിച്ചർ അക്കൗണ്ട് ഉണ്ടോ ഡെബിറ്റ് ചെയ്യുക, പർച്ചേസ് അക്കൗണ്ട് ഉണ്ടോ ക്രെഡിറ്റ് ചെയ്യുക. റെക്ടിഫിക്കേഷൻ എൻട്രി ഫർണിച്ചർ അക്കൗണ്ട് 5000 ഫർണിച്ചർ റോങ്ങലി ക്രെഡിറ്റ് ചെയ്ത് ആ ഇത് നരേഷൻ ആയിട്ട് വരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു എൻട്രി എന്ത് ചെയ്യുന്നത്. ഓക്കെ, ഇനി എമൗണ്ട് ഓഫ് 15,000 received from Govind was credited her Govind. നോക്കണേ, ഇപ്പൊ രണ്ടാളെ പേരുണ്ടെങ്കിൽ ചിലപ്പോൾ അക്കൗണ്ട് ഒക്കെ മാറും. അപ്പൊ നോക്കണേ, എമൗണ്ട് 15,000 റിസീവ്ഡ് ഫ്രം ഗോവിന്ദ് എന്ത് ചെയ്തു, ഞാൻ ഹർ ഗോവിന്ദിന് കൊണ്ടുപോയി ക്രെഡിറ്റ് ചെയ്തു. ടു അക്കൗണ്ട്സ് ആർ അഫക്റ്റഡ്. ഇവിടെ രണ്ട് അഫക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഗോവിന്ദ്സ് അക്കൗണ്ട്, ഇറ്റ് ഈസ് നോട്ട് ക്രെഡിറ്റഡ്. അതെന്ത് ചെയ്യില്ല, ഗോവിന്ദ് അക്കൗണ്ടാണ് ആക്ച്വലി ക്രെഡിറ്റ് ചെയ്യുന്നത്, പക്ഷെ അത് ക്രെഡിറ്റ് ചെയ്തില്ല. ആൻഡ് ഹർ ഗോവിന്ദ് അക്കൗണ്ട് ആർ റോങ്ലി ക്രെഡിറ്റഡ്, അത് നമ്മൾ തെറ്റായിട്ട്. അങ്ങനെയാണെങ്കിൽ റെക്ടിഫിക്കേഷൻ എൻട്രി ചെയ്യാൻ എന്തായിരിക്കും, ഹർ ഗോവിന്ദ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. വൈ എന്തിനാ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്, അതല്ല ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ക്രെഡിറ്റ് ചെയ്തിന്റെ എഫക്ട് പോകണ്ടേ, അപ്പൊ അതിന് ഡെബിറ്റ് ചെയ്യണം. പിന്നെ ആക്ച്വൽ ക്രെഡിറ്റ് ചെയ്യേണ്ട ആരാ, ഗോവിന്ദ് അക്കൗണ്ട്. അപ്പൊ ഗോവിന്ദ് അക്കൗണ്ട് പിന്നെ എന്ത് ചെയ്താൽ മതി, നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ കറക്റ്റാ. ഇല്ലുസ്ട്രേഷൻ 5. നോക്കാം. ഇതിന്റെ ഒക്കെ ഒരു ഇപ്പൊ നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് എറേഴ്സ് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു ഫോർ ട്രയൽ ബാലൻസ്. സോ ഇതിന്റെ ഒക്കെ ഒരു സമ്മറി അല്ലെങ്കിൽ ഇതിന്റെ ഒക്കെ ഒരു സം ആയിട്ടുള്ള കാര്യം അതാ പറയാം. ഇല്ലുസ്ട്രേഷൻ 5. Following are some accounting errors rectified by making journal sales of 20,000 to made to Malavika was not entered the sales book. മാളവി കൊടുത്തത് എഴുതിയില്ല, വിട്ടുപോയി കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ എൻട്രി ബാക്കി കിട്ടും. എന്തെങ്കിലും എൻട്രി വരാം, മാളവിക അക്കൗണ്ട് നമ്മൾ സാധാ എൻട്രി, മാളവിക അക്കൗണ്ട് ടു എന്ത് വരും, സെയിൽസ് അക്കൗണ്ട് 20,000 അത്രയും. അത് നമ്മൾ അതിന്റെ ഇത് എഴുതും, സെയിൽസ് മാളവിക ഒമിറ്റഡ് ടു എൻറ്ററിംഗ് സെയിൽസ് ബുക്ക്. ഇതിന് നമ്മൾ താഴെ എന്താണ് സംഭവിച്ചതെന്ന് എഴുതും, അതിന് നരേഷൻ. സാലറി, അടുത്തത് സാലറി ഓഫ് 7,500 paid to account Raman was debited his personal account. നോക്കട്ടെ, സാലറി 7,500 പെയ്ഡ് ടു അക്കൗണ്ടന്റ് രാമൻ. രാമൻ എന്ത് ചെയ്തു, കൊടുത്തു 7,500. വാസ് ഡെബിറ്റഡ് ടു ഹിസ് പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാതെ. അപ്പൊ എന്ത് ചെയ്താൽ മതി, അതെന്ത് ചെയ്തു, അപ്പൊ ഡെബിറ്റ് കൊടുക്കാൻ വേണ്ടി സാധാ സാലറി അക്കൗണ്ട് രാമൻ 7,500. സാലറി പെയ്ഡ് ടു വാസ് ഡെബിറ്റഡ് ടു ഹിസ് പേഴ്സണൽ അക്കൗണ്ട് ഈസ് കറക്റ്റഡ്. ഇപ്പൊ കറക്റ്റ് ആയി. ഓക്കെ.
ഓൾഡ് ഫർണിച്ചർ സോൾഡ് 2800 സോൾഡ് ചെയ്തു 2800 വാസ് എൻറ്റേർഡ് ഇൻ ദ സെയിൽസ് ബുക്ക്. ഇവിടെ സെയിൽസിൽ നമ്മൾ എന്ത് എഴുതാൻ പറ്റുള്ളൂ, കടത്തിന് വിറ്റതായിരിക്കണം, റീസെയിലിന് അതായിരിക്കണം നമ്മളെ പരിപാടി. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ സെയിൽസ് ബുക്കിൽ എഴുതാൻ പറ്റും, അല്ലാതെ എന്ത് സെയിൽ ചെയ്തത് നമുക്ക് അവിടെ സെയിൽസ് ബുക്കിൽ എഴുതാം. സോ സെയിൽസ് ബുക്കിൽ അങ്ങനെ നോക്കിയ ഓൾഡ് ഫർണിച്ചർ വിറ്റത് എന്ത് ചെയ്തു, 2800 എഴുതി. അങ്ങനെ വെച്ചാൽ ആദ്യം അതിന്റെ എഫക്റ്റ് കൊണ്ട് ഇപ്പൊ ഈ 2800 എവിടെ കൂടി കിടക്കുക, സെയിൽസ് ബുക്കിൽ. അപ്പൊ ആ സെയിൽസ് ബുക്ക് ആദ്യം ഡെബിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഫർണിച്ചർ എന്ത് ചെയ്താൽ മതി, ക്രെഡിറ്റ് ചെയ്താൽ മതി. ഫർണിച്ചർ ഇവിടെ കൊടുത്തു, നമ്മൾ വിറ്റപ്പോൾ ഫർണിച്ചർ കുറഞ്ഞു, സെയിൽസ് അതിനനുസരിച്ച് എന്ത് ചെയ്തു, സെയിൽസിനെ ഡെബിറ്റ് ചെയ്യാൻ കാരണം സെയിൽസ് ക്രെഡിറ്റ് ചെയ്തു, അറിയാത്ത സെയിൽസ്, ഇല്ലാത്ത സെയിൽസ് വന്നു. അപ്പൊ സെയിൽസിനെ ഡെബിറ്റ് ചെയ്തതോടുകൂടി അതിന്റെ എഫക്ട് പോയി. പിന്നെ എന്ത് ചെയ്തു, ഫർണിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം, കാരണം ഫർണിച്ചർ കൊടുത്തു. ഇതിന്റെ ക്യാഷിന്റെ എഫക്ട് നമ്മൾ ആൾറെഡി എൻറ്റർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അത് കാരേജ് പെയ്ഡ് 500 ഓൺ പർച്ചേസ് ഓഫ് മെഷീൻ വാസ് ഡെബിറ്റഡ് ടു കാരേജ്. ഇപ്പൊ നമ്മളൊരു അസറ്റ് മേടിച്ചു, ഇത് ശരിക്കും നമ്മൾ വിചാരിക്കും കാരേജ് അക്കൗണ്ട് തന്നെ കറക്റ്റ് അല്ല അനുസരിച്ച്, പക്ഷെ കറക്റ്റ് അല്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ കാരേജ് എന്ന് പറയുന്നത് ഒരു അസറ്റുമായിട്ട് റിലേറ്റ്. ഇപ്പൊ ഒരു എ സി എന്ന് പറയുന്ന ഒരു അസറ്റ് ആവും, ഒരു ഫർണിച്ചർ പോലെ. ഇപ്പൊ എ സി നമുക്ക് ഫിറ്റ് ചെയ്യാൻ അവിടെ എന്തെങ്കിലും ചാർജ് വന്നിട്ടുണ്ട്, സപ്പോസ് ഒരു 1000 റുപ്യ പണിക്കാരന് കൊടുക്കുന്നു വിചാരിക്കും. അങ്ങനെ വെച്ചാൽ ഈ 1000 ഈ അസറ്റിന്റെ കൂടെ, ഈ എ സിയുടെ എ സി എന്ന് പറഞ്ഞ അസറ്റിന്റെ കൂടെ നമ്മളത് കൺസെപ്റ്റ് ചെയ്യണം, അതല്ലെങ്കിൽ ആ അസറ്റിന്റെ പൈസയുടെ കൂടെ. അല്ലാതെ വർക്ക് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേജ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാൻ പാടില്ല. സോ പക്ഷെ ഇവിടെയും നോക്കടാ, അപ്പൊ നമുക്ക് കാരേജ് പോയിട്ട് 500 ഓൺ പർച്ചേസ് ഓഫ് മെഷീൻ. അപ്പൊ മെഷീനിന്റെ പൈസ നിങ്ങൾക്ക് കൂട്ടിയിട്ടേ കാണിക്കണ്ടെങ്കിൽ, പക്ഷെ ഇതത് സെപ്പറേറ്റ് കാണിച്ചു. അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ എൻട്രി കറക്റ്റ് ചെയ്യുക, അതൊരു തെറ്റാണ്. അപ്പൊ മെഷീൻ അക്കൗണ്ട് 500 കൂട്ടണം, മെഷീൻ അക്കൗണ്ട് കൂട്ടണം, എന്താ അസറ്റ് അക്കൗണ്ട്. ഈ കാരേജ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് അക്കൗണ്ട് ഇനി ഉണ്ടോ, ഇല്ല. നമ്മൾ കാരേജ് പറഞ്ഞ് ഡെബിറ്റ് കൂടി കിടക്കുകയായിരിക്കും, അപ്പൊ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ എഫക്ട് പോയി. ക്യാഷ് 50,000 പെയ്ഡ് ടു ക്രെഡിറ്റർ അതുല്യ ഘോഷ്. അതുല്യ ഘോഷിന് കൊടുത്ത 50,000 വാസ് ഡെബിറ്റഡ് ടു പ്രൊഫൂസ് ഘോഷ് അക്കൗണ്ട്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ എഫക്ട് മാറ്റുന്നത്? അതുല്യ, ശരിക്കും അതുല്യനെയാണ് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്, ഡെബിറ്റ് ചെയ്യേണ്ടത്. കാരണം അതുല്യ എന്ന് പറയുന്നത് നമ്മുടെ ലയബിലിറ്റി ആയിരുന്നു, 50,000 കൊടുത്തപ്പോൾ ലയബിലിറ്റി കുറഞ്ഞു. അപ്പൊ അതങ്ങനെ എഴുതാം. പ്രൊഫൂസ് അക്കൗണ്ട് അത് തെറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തായിരുന്നു, ഡെബിറ്റ് ചെയ്തായിരുന്നു. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്യും. ക്രെഡിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ എന്താവും, അപ്പൊ ഇതാണ് എന്ത്, റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ഓക്കെ, ബിഫോർ ട്രയൽ ബാലൻസ്. ഇനി അടുത്ത നമുക്ക് സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് റെക്ടിഫിക്കേഷൻ, ക്രിയേറ്റിംഗ് സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടായിട്ട് എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി സസ്പെൻസ് അക്കൗണ്ട് തുറന്നിട്ട് എങ്ങനെയാണ് നമ്മളത് കറക്റ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ സപ്പോസ് ടാലി ചെയ്യലാന്ന് വിചാരിക്കും. അതായത് ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും പെർട്ടിക്കുലേഴ്സ് ഉണ്ട്. സപ്പോസ് ഇവിടെ 10,000 എന്ന് വിചാരിച്ചു, ഒരിടത്ത് 9,000 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ ഒരു സസ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും അല്ലേ. ആ സസ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടാലി അല്ലാത്ത അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ടാലി ആക്കും. അപ്പൊ ആ സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടോ, ഓപ്പണിംഗ് ദ സസ്പെൻസ് അക്കൗണ്ട് is temporary as soon as the errors had to lead to correction of amount of rectification. അങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ഈ തെറ്റുകൾ തിരുത്താൻ വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് സസ്പെൻസ് അക്കൗണ്ട്. സോ ഈ സസ്പെൻസ് അക്കൗണ്ടിന് എന്താ പറയുക, ഡിഫറൻസ് വരുമ്പോഴോ ഒന്നല്ലെങ്കിൽ സസ്പെൻസ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഇപ്പൊ നോക്കട്ടെ, രണ്ടും ടാലി ആണെങ്കിൽ അവിടെ ഒരു സസ്പെൻസ് അക്കൗണ്ടിന്റെ ആവശ്യമില്ല. ഒന്നല്ലെങ്കിൽ ഡെബിറ്റ് സൈഡ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് കൂടുതലായിരിക്കും. എവിടെയാണ് കൂടുതൽ അതിനനുസരിച്ചാണ് സസ്പെൻസ് അക്കൗണ്ട്. ഫോർ എക്സാമ്പിൾ താഴെ വരുന്നത് നോക്കിക്കോ, ഇത് ഡബിൾ എൻട്രി. അപ്പൊ ഒരു സൈഡിന് മാത്രം എന്ത് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, സസ്പെൻസ് അക്കൗണ്ട് വരും. ഫോർ എക്സാമ്പിൾ ഗ്ലോബൽ അക്കൗണ്ട് വാസ് ഡെബിറ്റർ ഷോർട്ട്ലി ബൈ 100. Sir will rectify through the suspense account. അക്കൗണ്ട് ഡെബിറ്റിന്റെ ക്രെഡിറ്റ്. അത് നോക്കടാ, നമ്മൾ കൂട്ടിയപ്പോ നമ്മൾ എന്താ പറയാ, ഗോപാൽസ് അക്കൗണ്ട് ഷോർട്ടായി പോയി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു. നമ്മൾ കൂട്ടിയപ്പോൾ 100 റുപ്യ കുറഞ്ഞു പോയി ഗോപാലിന്റെ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്തത്. അപ്പൊ നോക്കണം, ഗോപാലിന്റെ അക്കൗണ്ട് 100 കുറഞ്ഞിരിക്കല്ലേ. ഇങ്ങനെ ആവുമ്പോ ഓട്ടോമാറ്റിക്കലി ട്രയൽ ബാലൻസ് എന്താവില്ല, ടാലി ആവില്ല. അവിടെ ഒരു 100 റുപ്യന്റെ ഡിഫറൻസ്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ എൻട്രി വരുന്നത് നോക്കിയിട്ട്, ഗോപാൽ അക്കൗണ്ട് സസ്പെൻഡ്, ഗോപാലിന്റെ നമ്മൾ ഡെബിറ്റ് ചെയ്ത് കുറഞ്ഞു പോയതല്ലേ, അപ്പൊ ഡെബിറ്റ് ചെയ്ത് കുറഞ്ഞു പോയി.
എന്നിട്ട് നമ്മളതിന് സസ്പെൻസ് അക്കൗണ്ടിലോട്ട് നോക്കും. അപ്പോൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഗോപാൽ അക്കൗണ്ട് കറക്റ്റായി. എന്നിട്ട് നമ്മൾ പിന്നെ ഒന്ന് ട്രയൽ ബാലൻസ് ഉണ്ടാക്കി കറക്റ്റായി. ഇനി വേറെ കുറച്ച് എക്സാമ്പിൾ ആണ്. ഫോർ സിമിലർലി വെൻ കറക്റ്റിംഗ് വൺ സൈഡ് എറർ, ഇതുപോലെ ദ പ്രോപ്പർ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ കറക്റ്റ് ദ ഡെബിറ്റ് പ്ലേസ്ഡ് ഇൻ ദ സസ്പെൻഷൻ. ഫോർ എക്സാമ്പിൾ സെയിൽസ് ബുക്ക് ഫോർ ഡിസംബർ 2014 അണ്ടർകാസ്റ്റ് 500 എന്ത് ചെയ്തു, കുറഞ്ഞു. സെയിൽസ് ബുക്ക് കൂട്ടിയപ്പോൾ 500 രൂപ കുറഞ്ഞു പോയി. അങ്ങനെയാണെങ്കിൽ ദ എറർ വിൽ ബി റെക്ടിഫൈഡ് ഡെബിറ്റിംഗ് ദ സസ്പെൻഷൻ. ഉണ്ടാവും, സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, ക്രെഡിറ്റ്. നമ്മുടെ കറക്റ്റ് എൻട്രി എന്താ, സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യല്ലോ, ഓട്ടോമാറ്റിക് ഡെബിറ്റ് ചെയ്ത് കൊടുത്താൽ മതി സസ്പെൻസ്. നമുക്ക് ഇല്ലസ്ട്രേഷൻ ഫോളോയിങ് ആർ സം അക്കൗണ്ടിങ് എറർ. താഴെ പറയുന്നത് എന്താ, കുറച്ച് അക്കൗണ്ടിങ് എറർ. റെക്ടിഫൈ ദ സെയിം ത്രൂ ദ സസ്പെൻസ് അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, റെക്ടിഫൈ. ഫസ്റ്റ്, പർച്ചേസ് ബുക്ക് ഹാസ് ഓവർകാസ്റ്റഡ് ബൈ 200. പർച്ചേസ് ഓവർ ആയിട്ട്, അപ്പോൾ കുറക്കണം. പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ആയിരിക്കും, അപ്പോൾ ക്രെഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താ അതിൻ്റെ എൻട്രി ചെയ്താൽ സിമ്പിൾ, സസ്പെൻസ് അക്കൗണ്ട് ടു പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് 200, സിമ്പിൾ എൻട്രി. ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം മനോഹർ 2500 പർച്ചേസ് ഹാവ് ബീൻ പോസ്റ്റഡ് ടു ഡെബിറ്റ് ഓഫ് ഹിസ് അക്കൗണ്ട്. ക്രെഡിറ്റ് അല്ല ചെയ്യേണ്ടത്, കാരണം മോഹൻ എന്ന് പറഞ്ഞ മനോഹർ എന്ന് പറഞ്ഞ ആള് ശരിക്കും നമ്മുടെ ലയബിലിറ്റി, അതിന്റെ എൻട്രി എന്താ വരിക, പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റർ ടു മനോഹർ എന്ന് വരിക. പക്ഷെ ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരം കൊണ്ടുപോയി ഡെബിറ്റ് ചെയ്യും. അപ്പൊ ആദ്യം ആ 2500 ആ ഡെബിറ്റിന്റെ എമൗണ്ട് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അപ്പൊ അതിനെന്തിനാ 2500 ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ 2500 ആക്ച്വലി ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് ചെയ്യും, അപ്പൊ 5000. ഓക്കെ, അപ്പൊ എങ്ങനെ അതിന്റെ എൻട്രി ചെയ്താൽ അറിയാം, സസ്പെൻസ് അക്കൗണ്ട് ടു മനോഹർ അക്കൗണ്ട് 5000 ഉണ്ട്. മനസ്സിലായോ എന്തുകൊണ്ടാന്നുള്ളത്. അപ്പൊ അത് കഴിഞ്ഞു. ക്യാഷ് ഓഫ് 4500 പെയ്ഡ് ടു മുനീഷ് വാസ് ക്രെഡിറ്റ് ടു മാനിഷ്. മാനിഷിനാണ് കൊണ്ടുപോയി ക്രെഡിറ്റ് ചെയ്തത്. അപ്പൊ എന്ത് ചെയ്താൽ ജസ്റ്റ്, അപ്പൊ ആദ്യം നേരം മാനിഷിനല്ല ഇപ്പൊ ക്രെഡിറ്റ് ചെയ്തത് അറിയാതെ, അപ്പൊ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ മാനിഷ് അക്കൗണ്ട് അവന്റെ എഫക്ട് 0. അപ്പൊ മാനിഷ് അക്കൗണ്ട് ടു മുനീഷ് അക്കൗണ്ടിനായിരിക്കും എൻട്രി ചെയ്യുക. അത് സസ്പെൻസ് അക്കൗണ്ടിന് എഫക്ട് ചെയ്യില്ല കേട്ടോ. ഇവിടെ ഒക്കെ രണ്ടും അവര് മാനിഷ് സസ്പെൻസ് അക്കൗണ്ട്. Cash paid was wrongly credited manage account. ഈ എൻട്രി കറക്റ്റ് അല്ല കേട്ടോ. അപ്പൊ നമ്മുടെ മാനേജ് അക്കൗണ്ട് ക്രെഡിറ്റഡ് ബൈ 4500, വൈൽ മാനേജ് അക്കൗണ്ട് വാസ് ടു ബി ഡെബിറ്റഡ് ദ സെയിം എമൗണ്ട്. ഡെബിറ്റ് ചെയ്യണം. നമുക്ക് ഒന്നുകൂടെ എൻട്രി നോക്കാം. ക്യാഷ് ഓഫ് 4500 പെയ്ഡ് ടു മുനിഷ്. മുനിഷിന് എന്ത് ചെയ്തു, 4500 കൊടുത്തു. വാസ് ക്രെഡിറ്റ് ടു മാനേജ്. അപ്പൊ ശരിക്കും ഇവിടെ മുനിഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാൻ വേണ്ടത്, മുനിഷ് അക്കൗണ്ട്. പക്ഷെ അത് നമ്മൾ എവിടെ കൊണ്ടുപോയിട്ട് ക്രെഡിറ്റ് ചെയ്ത്, അവിടെ ഇവിടെ നോക്കാൻ ഡെബിറ്റ് സൈഡ് മാറിപ്പോവുകയും ചെയ്തു, ആളും മാറിപ്പോയി, രണ്ട് സംഭവം ഉണ്ടായി. ഓക്കെ, അപ്പൊ ശരിക്കും മുനിഷ് ഇതിൽ നോക്കി രണ്ടും മാനേജാണ്. ഇത് രണ്ടും മാനേജ് അല്ല, ഒന്നും ഇതിലും മുനിഷ് ഏതെങ്കിലും വരണം. ഓക്കെ, 4500. ഓക്കെ, എന്നിട്ട് ഈ മാനേജിന് എന്തിനാ നമ്മൾ ക്രെഡിറ്റ് ചെയ്തത്, ഇതാ ക്രെഡിറ്റ് ചെയ്ത എമൗണ്ട് നെല്ല് ചെയ്യാം. ഇത് കറക്റ്റ് ആണ്. ഇതൊക്കെ പാടെ സസ്പെൻസ് അക്കൗണ്ടിൽ. ഓക്കെ, ഡിസ്കൗണ്ട് അലൗഡ് 100 അലൗഡ് ടു ആന്റണി വാസ് നോട്ട് ഡെബിറ്റഡ് ടു ഡിസ്കൗണ്ട്. അത് ഡിസ്കൗണ്ട് ആയിട്ട് കാണിച്ചില്ല. ഡിസ്കൗണ്ട് അതിന്റെ കറക്റ്റ് എൻട്രി തന്നെ ഇട്ടെടുത്താണ്, ഡിസ്കൗണ്ട് അക്കൗണ്ട് ടു സസ്പെൻസ്. അപ്പൊ അവിടെ ആളെ പേര് എടുത്തത് കേട്ടോ, സസ്പെൻസ്. അപ്പൊ എങ്ങനെയാണ് ഇല്ലസ്ട്രേഷൻ. ഇനി അടുത്തത് ഇല്ലസ്ട്രേഷൻ 7. ഇല്ലസ്ട്രേഷൻ 7 നിങ്ങളൊന്ന് ട്രൈ ചെയ്തോട്ടെ, അതിന്റെ ആൻസർ ഇവിടെ കൊടുക്കും. ഓക്കെ, ഇനി റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് 2 സൈഡ്സിന് എഫക്ട് ചെയ്യും. അപ്പൊ 1 സൈഡിന് എഫക്ട് ചെയ്യും, നമ്മൾ ഡിസ്കസ് ചെയ്യും ഈ റെക്ടിഫിക്കേഷൻ. അപ്പോൾ 7 നിങ്ങളൊന്ന് ട്രൈ ചെയ്തോട്ടോ. യു ഹാവ് ടു ട്രൈ. അതിന്റെ ആൻസറും കൊടുത്തിട്ടുണ്ട്, ആൻസർ ആയിട്ട് ജസ്റ്റ് പോസ്റ്റ് ചെക്ക് ചെയ്താൽ ആൻസർ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് 2 സൈഡ് എറേഴ്സ്, രണ്ട് ഭാഗങ്ങളെയും അഫക്ട് ചെയ്തത്, അതായത് രണ്ട് അക്കൗണ്ടിന് ഇത് അക്കൗണ്ട്സ് എങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്യുക.
അപ്പൊ നോക്കിക്കോ, ഇനി ടു സൈഡ് അഫക്ട് ചെയ്ത എറേഴ്സ് നമ്മൾ റെക്ടിഫൈ ടു സൈഡ് error which affect two different accounts on the same side or different sides are called two side error. Okay, രണ്ട് അക്കൗണ്ട്സിന്റെ ബാധിച്ചിട്ടുള്ള എറേഴ്സിനെ പറയുന്ന പേരാണ് എന്ത് ടു സൈഡ് എറേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. ഫർണിച്ചർ ഫസ്റ്റ് പർച്ചേസ്ഡ് ഫ്രം മിസ്റ്റർ ഫർണീസ് ഹൗസ് 15th ജനുവരി 2014. ഫർണിച്ചർ മേടിച്ചു ഫോർ 5000, എത്ര രൂപക്ക് 5000 വാസ് റോങ്ലി എൻറ്റേർഡ് ഇൻ ദ പർച്ചേസ്. അപ്പൊ നോക്കിക്കോ, ഇവിടെ പർച്ചേസ് ബുക്ക് ആണോ ശരിക്കും പർച്ചേസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പർച്ചേസിൽ ശരിക്കും നമ്മൾ റോങ്ലി ആണ് എൻറ്റർ ചെയ്തത് അല്ലെ. ഫർണിച്ചർ ഇവിടെ കാണിക്കുവാണ്, പക്ഷെ ഫർണിച്ചർ കാണും. അങ്ങനെയാണെങ്കിൽ അതിന്റെ എൻട്രി എങ്ങനെ വരും? സൊല്യൂഷൻ നോക്കാം. അഫക്റ്റഡ് ഫർണിച്ചർ അക്കൗണ്ട് വിച്ച് ഈസ് ഒമിറ്റഡ്. ഫർണിച്ചർ അക്കൗണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ല. ടു ബി ഡെബിറ്റ്. അപ്പൊ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ആണ്. പർച്ചേസ് അക്കൗണ്ടിൽ അറിയാതെ നമ്മൾ ഡെബിറ്റ് ചെയ്ത് പോയി. അപ്പൊ അതിന്റെ എഫക്ട് ഒഴിവാക്കും. പിന്നെ എൻട്രി നോക്കണം. ഫർണിച്ചർ അക്കൗണ്ട് സബ്ജക്ട് ടു പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് നമ്മൾ എന്താ ക്രെഡിറ്റ് ചെയ്തത്? നമ്മൾ ആൾറെഡി ചെയ്തിട്ടുള്ള ആ ഡെബിറ്റ് എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നള്ളിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നള്ളിഫൈ ആണെന്നുണ്ട് അതിന്റെ എഫക്ട് 0 ആണ്. അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. പിന്നെ ഫർണിച്ചർ അക്കൗണ്ട് തന്നെ ഡെബിറ്റ് ചെയ്തത് ആസെറ്റ് ഉണ്ടായിരുന്നു. സോ അപ്പൊ അത്രയും കാര്യങ്ങൾ വളരെ ഒരു ശരിക്കും എറേഴ്സിന്റെ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ആക്ച്വലി പഠിക്കാനുണ്ട്. സോ പക്ഷെ നമുക്ക് അത്ര പഠിക്കാനില്ല. സോ ഇനി അടുത്തൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആണ്. സോ അപ്പൊ ഇതൊക്കെയാണ് ചെയ്യാനുള്ളത്. ഇവിടെ കുറെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ആൻസർ ഇതിൽ കൊടുത്തിട്ടില്ല. പക്ഷെ എന്നാലും പാസ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് MCQ ഐറ്റംസ്. ഓക്കെ, അപ്പോൾ ഇല്ലസ്ട്രേഷൻ 7 നിങ്ങൾ ചെയ്യണം. ബാക്കിയുള്ള മേജർ ക്വസ്റ്റ്യൻസും ആൻസറും ഞാൻ തന്നിട്ടുണ്ട്. സോ അതുപോലെ തന്നെ അപ്പം അത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക ഷോർട്ട് നോട്ട് കൂടെ നോക്കിയിട്ട് നമ്മുടെ ലേണിംഗ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് NIS കൊടുത്തിട്ടുള്ള അതുകൂടെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യാം, നമുക്ക് ക്ലോസ് ചെയ്യാം. സോ ഇതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഷോർട്ട് നോട്ട് വരുന്നത്. ഷോർട്ട് നോട്ട് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞത്. സോ നോക്കിക്കോ, ലെസൺ 12 എറർ ആൻഡ് ദ റെക്ടിഫിക്കേഷൻ. സോ നമുക്ക് മീനിങ് ഓഫ് അക്കൗണ്ടിങ് എറേഴ്സ്. എന്താണ് അക്കൗണ്ടിങ് എറേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുപോലെ തന്നെ അക്കൗണ്ടിങ് എന്താ, കാൻ അക്കൗണ്ട് മേക്ക് എ മിസ്റ്റേക്ക് ഓർ കമ്മിറ്റ് എറർ. എന്നാലും മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും എറേഴ്സ് സംഭവിക്കാം, തെറ്റുകൾ. വൈൽ റെക്കോർഡിങ് എന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ആൻഡ് പോസ്റ്റ് പറഞ്ഞാൽ ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ ദീസ് ആർ കോൾഡ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എറേഴ്സ് ക്യാൻ ബി ടേക്ക് ദ ഫോളോയിങ് ഫോം. താഴെ പറയുന്ന രൂപത്തിലൊക്കെ അക്കൗണ്ടിങ് എന്താ, ഒമിഷൻ ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ, വിട്ടുപോവുക, നോട്ട് പോസ്റ്റിംഗ് റെക്കോർഡ് ട്രാൻസാക്ഷൻ വരുന്നത്, പോസ്റ്റ് ചെയ്യാൻ മറന്നു പോകുക. ലെഡ്ജറിൽ എഴുതി പക്ഷേ അല്ല ജേണലിൽ എഴുതി പക്ഷേ ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്തില്ല. മിസ്റ്റേക്സ് ഇൻ ദ ടോട്ടലിംഗ് ഓർ ക്യാരിങ് ഫോർവേഡ് ഓഫ് മെസ്സേജ്. ജസ്റ്റ് ഒരു പേജിലോട്ട് അടുത്തതിലോട്ട് കൊണ്ടുപോയിട്ട് വിട്ടുപോയി. മിസ്റ്റേക്ക് റെക്കോർഡ് എമൗണ്ട് റോങ്ലി, എമൗണ്ട് എന്ത് ചെയ്യുക മാറിപ്പോവുക എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ക്ലാസിഫൈഡ് അക്കൗണ്ടിങ് എറേഴ്സ്. വേരിയ അക്കൗണ്ടിങ് എറേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ. എന്താ, എറർ ഓഫ് ഒമിഷൻ ഉണ്ട്, എറർ ഓഫ് കമ്മീഷൻ ഉണ്ട്, എറർ ഓഫ് പെൻഷൻ. ഓൺ ദ ബേസിസ് ഓഫ് ദർ ഇമ്പാക്ട് ഓൺ ലെഡ്ജർ എന്താ, രണ്ട് ടൈപ്പ് എറേഴ്സ് ഉണ്ട്. വൺ സൈഡ് എറർ ഉണ്ട്, ടു സൈഡ് എറർ. പിന്നെ റെക്ടിഫിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് എറേഴ്സ് ആണ്. പിന്നെ മെത്തേഡ്സ് ഓഫ് റെക്ടിഫൈ അക്കൗണ്ട്സ് ഒരുപാടുണ്ട്. ബിഫോർ പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ് ആണെങ്കിൽ ഇൻസ്റ്റന്റ് കറക്റ്റ് അപ്പോൾ തന്നെ വെട്ടിയിട്ട് കറക്റ്റ് ചെയ്യും. കറക്റ്റഡ് ഇൻ അഫക്റ്റഡ് അക്കൗണ്ട് പിന്നെ എൻട്രി ബാക്കി ചെയ്യും. പിന്നെ ആഫ്റ്റർ പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ് ആണെങ്കിൽ സസ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു നോക്കാം. ആഫ്റ്റർ പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ് അക്കൗണ്ട് സസ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ സസ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ടാലി ആവാതെ ഇരിക്കും. ടാലി ആവാതെ ഇരിക്കുമ്പോൾ നമ്മൾ അവിടെ സസ്പെൻസ് എഴുതിയിട്ട് ടാലി ആക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആ സസ്പെൻസ് അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള എൻട്രീസ് നമ്മൾ പാസ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ എൻട്രീസ് പാസ് ചെയ്യുമ്പോൾ അത് നമ്മൾ കുറെ എൻട്രീസ് നമ്മൾ നോക്കി. ഇല്ലസ്ട്രേഷൻ 7, 6 ഒക്കെ നമ്മൾ അതായിട്ട് റിലേറ്റഡ് ചെയ്തു.
സോ ആ സസ്പെൻസ് അക്കൗണ്ട് അങ്ങനെ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ സസ്പെൻസ് അക്കൗണ്ട് ക്യാൻസൽ ആവും. സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താ, ജസ്റ്റ് നമ്മൾ കുറച്ച് കാലത്തേക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്ന സസ്പെൻസ് അക്കൗണ്ട് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ത്രൂ സസ്പെൻസ് അക്കൗണ്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, ഇതാണ് ഇതിന്റെ ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് ക്ലിയർ ആയിട്ട് വരുന്ന എറേഴ്സിൽ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കുന്നു. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതോടുകൂടെ നമ്മുടെ അറിയാലോ, നമ്മുടെ TMA സെക്ഷൻ അല്ല, എക്സാമിന് സെക്ഷൻ. സോ എറേഴ്സ് ആൻഡ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന 12th ചാപ്റ്റർ. ഓക്കെ, അപ്പൊ അടുത്ത ചാപ്റ്ററിൽ അല്ലെങ്കിൽ അടുത്തൊരു ക്ലാസ്സിൽ നമ്മളൊരു പുതിയൊരു യൂണിറ്റ് ആയിട്ട് അല്ലെങ്കിൽ പുതിയൊരു ചാപ്റ്റർ ആയിട്ട് നമ്മൾ വരും. അതുപോലെ പഠിക്കാൻ, വർക്കൗട്ട് ചെയ്യാം. ഓക്കെ.